നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ പതിവ്രത മാഹാത്മ്യ പർവം എന്ന ഭാഗത്തെ കഥകളാണ് കേട്ടത്. ഇത് വിശദമായിട്ട് കേൾക്കുവാൻ കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ഉപപർവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ പേര് കുണ്ടലാഹരണ പർവം എന്നാണ്. ഇവിടെ നമ്മൾ സൂര്യനും കർണനും തമ്മിലുള്ള സംവാദമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനമേജയനാണ് കഥ കേൾക്കുന്നത്. വൈശമ്പായനൻ കഥ പറയുകയാണ്. അപ്പോൾ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, ദേവേന്ദ്രൻ്റെ വാക്കായി ലോമശൻ ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരനോടൊരു കാര്യം പറയുകയുണ്ടായല്ലോ. നിനക്ക് മറ്റാരോടും പറയാത്തതായിട്ടുള്ള ഒരു തീവ്ര ഭയം നിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. ഇവിടെ നിന്നും അർജുനന് പോയി കഴിഞ്ഞാൽ അതും ഞാൻ തീർത്ത് തന്നുകൊള്ളാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ദ്രൻ്റെ ദൂതായിട്ട് ലോമശം വന്ന് കർണനെ പറ്റിയുള്ള ഒരു വലിയ ഭയം എന്തുകൊണ്ടാണ് ആ ധർമാത്മാവ് ആരോടും പറയാതിരുന്നത്? ലോമേശൻ എന്ന മുനി ഇന്ദ്രൻ്റെ ദൂതനായി പാണ്ഡവരുടെ അടുത്ത് എത്തിച്ചേർന്ന കഥ നമ്മൾ കുറച്ചുനാൾ മുമ്പ് കേട്ടതാണ്. വൈശമ്പായനൻ പറയുകയാണ്, അല്ലയോ രാജാവേ, ഭവാൻ ചോദിക്കുന്ന ഈ കഥ ഞാൻ പറയാം, അങ്ങ് എൻ്റെ വാക്കുകൾ കേൾക്കുക. 12ാമത്തെ വർഷം അവസാനിച്ചു. 13ാമത്തെ ആണ്ട് വന്നപ്പോൾ ഇന്ദ്രൻ കർണനോട് ഇരക്കുവാൻ തന്നെ തീർച്ചയാക്കി. കുണ്ടലങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ കർണൻ്റെ മുമ്പിൽ യാചിക്കാൻ പോകുന്നുണ്ടെന്നുള്ള വാർത്തയറിഞ്ഞ് സൂര്യദേവൻ കർണൻ്റെ സന്നിധിയിലെത്തി. വിലയേറിയതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള മേൽവിരിപ്പ് വിരിച്ചതുമായിട്ടുള്ള മെത്തയിൽ കർണൻ എല്ലാ ഭയവും വിട്ട് ഉറങ്ങുമ്പോൾ രാത്രിയുടെ ഉറക്കത്തിൻ്റെ അവസാന യാമത്തിൽ സൂര്യഭഗവാൻ പ്രത്യക്ഷനായി. സൂര്യൻ വേദജ്ഞനായിട്ടുള്ള ബ്രാഹ്മണൻ്റെ രൂപമെടുത്ത് കർണനോട് അവൻ്റെ നന്മയ്ക്കായിട്ട് ഇപ്രകാരം പറഞ്ഞു. സൂര്യദേവൻ പറഞ്ഞു, കർണ, എൻ്റെ ഉണ്ണി, ഞാൻ പറയുന്ന കാര്യം നീ കേട്ടാലും ഞാൻ നിന്നോടുള്ള സ്നേഹവാത്സല്യം മൂലം നിൻ്റെ നന്മയ്ക്കായി പറയുന്നതാണ്. നിൻ്റെ സമീപത്ത് ഇന്ദ്രൻ പാണ്ഡവന്മാരുടെ രക്ഷയ്ക്കായി ബ്രാഹ്മണ വേഷത്തിൽ കർണകുണ്ടലം കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടെത്തും. നിൻ്റെ ദാനശീലം അവൻ മുതലാക്കും. അവനറിയാം ആര് വന്ന് ചോദിച്ചാലും അവർ ആഗ്രഹിക്കുന്നതെല്ലാം നീ നൽകുമെന്ന്. നീ തിരിച്ചൊന്നും ചോദിക്കുകയില്ലെന്നും പ്രസിദ്ധമാണ്. ഉണ്ണി, നീ ആ ബ്രാഹ്മണനെ അർത്ഥിക്കുന്നത് എന്തെല്ലാം തയ്യാറാകുമല്ലോ. ധനം മാത്രമല്ല, വേറെ എന്ത് ചോദിച്ചാലും നീ നൽകും. ഒരാളോടും ഇല്ലെന്ന് നീ പറയുകയില്ല. നിൻ്റെ ഹൃദയം മനസ്സിലാക്കി ഇന്ദ്രൻ കുണ്ടലങ്ങളും നിൻ്റെ പടച്ചട്ടയും ഇറക്കാൻ തനിയെ വന്നെത്തും. ഇറക്കുന്ന അവൻ നീ കുണ്ടലങ്ങൾ കൊടുക്കരുത്. നീ അവനോട് എന്തെങ്കിലും പറഞ്ഞ് അവനെ അനുനയിപ്പിച്ച് വിടണം. ഈ കുണ്ടലങ്ങൾ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഉണ്ണി, കവചകുണ്ടലങ്ങൾ യാചിക്കുന്ന അവനെ പല യുക്തികൾ പറഞ്ഞ് മറ്റ് ധനങ്ങൾ വേണ്ടുവോളം നൽകാമെന്ന് പറഞ്ഞ് ഈ യാചനയെ നീ തടുക്കണം. കുണ്ടലത്തിന് പകരം രത്നങ്ങളും സ്ത്രീകളും വളരെയധികം ധനവും നൽകാമെന്ന് പറയണം. എങ്ങനെയെങ്കിലും നീ ഇന്ദ്രനെ നീ തടയണം. കർണ മകനെ, നീ സഹജവും ശ്രേഷ്ഠവുമായിട്ടുള്ള കുണ്ടലങ്ങൾ ദാനം ചെയ്താൽ നിൻ്റെ ആയുസ് ഇല്ലാതാവും. നീ മൃത്യുവിൻ്റെ അധീനതയിലാകും. കവചവും കുണ്ടലവുമുള്ള നീ പോരിൽ ശത്രുക്കൾക്ക് തോൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ആളാണ്. ആ പരമാർത്ഥം നീ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും അമൃതിൽ മുക്കിയ രത്നങ്ങളാൽ നിർമ്മിച്ചവയാണ്. ഇവ രണ്ടും നീ എന്ത് വില കൊടുത്തും സൂക്ഷിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, സൗഹൃദം കാട്ടി എന്നോട് ഇക്കാര്യം ഉപദേശിക്കുന്ന ഭവാൻ ആരാണ്? ബ്രാഹ്മണ രൂപധാരിയായിട്ടുള്ള ഭവാനെ, ഭവാൻ ആരാണെന്ന് ഈ ഉള്ളവനെ ഒന്ന് അറിയിച്ചാലും. ബ്രാഹ്മണൻ പറഞ്ഞു, ഉണ്ണി, ഞാൻ സൂര്യനാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്ന കാര്യമെല്ലാം നീ ചെയ്യുക. നിനക്ക് അതുകൊണ്ട് വളരെയധികം നന്മയുണ്ടാകും. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എനിക്ക് നന്മ തന്നെയാണ്. അതിൽ ഞാൻ ഭവാനോട് നന്ദി പറയുന്നു. ഭവാൻ ഇപ്രകാരം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എന്നാൽ ഭവാൻ എന്നിൽ പ്രസാദിച്ചത് എന്നോട് ക്ഷമിക്കണം. എൻ്റെ വാക്കുകൾ ഭവാനെ അങ്ങ് ദയവായി കേട്ടാലും. ഭവാൻ എന്നിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ വ്രതത്തിൽ നിന്നും ദയവ് ചെയ്ത് തടയരുത്. എൻ്റെ ഈ വ്രതം ലോകത്തിലുള്ളവർക്കൊക്കെ അറിയാം. ബ്രാഹ്മണർക്ക് വേണ്ടി ഞാൻ പ്രാണൻ പോലും നൽകുന്നവനാണ്. ഇക്കാര്യം ഞാൻ തീർച്ചപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സൂര്യഭഗവാനെ, ദേവേന്ദ്രൻ എൻ്റെ മുമ്പിൽ ദ്വിജൻ്റെ രൂപത്തിൽ പാണ്ഡവർക്ക് വേണ്ടി യാചിച്ചു വന്നാൽ ഞാൻ എൻ്റെ കുണ്ടലങ്ങളും കവചവും അവന് ദാനം ചെയ്യുക തന്നെ ചെയ്യും. 3 ലോകത്തിലും കേൾവി കേട്ടിട്ടുള്ള എൻ്റെ കീർത്തി നശിക്കുവാൻ ഇടയാകരുത്. യശസ് നഷ്ടപ്പെടുത്തി പ്രാണനെ രക്ഷിക്കുക എന്നത് എൻ്റെ മാതിരി ഉള്ളവർക്ക് ചേർന്ന ഒരു കാര്യമേ അല്ല. യശസ്വിയായി മരിക്കുക എന്നതാണ് എനിക്കിഷ്ടം. ഇന്ദ്രൻ എൻ്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി എത്തിയാൽ ഞാൻ ഈ ചട്ടയോടുകൂടി കുണ്ടലങ്ങളും ഊരിക്കൊടുക്കും. പാണ്ഡവർക്ക് ഹിതത്തിനായി എൻ്റെ കുണ്ടലം ഇരന്നു വാങ്ങിയാൽ എനിക്ക് അത് ലോകത്തിൽ കീർത്തിയും അദ്ദേഹത്തിന് അപകീർത്തിയും വർദ്ധിപ്പിക്കും. ഭവാനെ, ഞാൻ ജീവൻ നൽകിയും കീർത്തി വരിക്കുന്നതാണ്. കീർത്തിയുള്ളവൻ വാനിൽ വാഴും, കീർത്തി കെട്ടവൻ നശിക്കും. അപ്രകാരം
കീർത്തി പുരുഷനെ ജീവിപ്പിക്കുന്നു, അകീർത്തി ജീവിക്കുന്നവൻ്റെ ജീവനെ നശിപ്പിക്കുകയും ചെയ്യും. അല്ലയോ സൂര്യഭഗവാനെ, മനുഷ്യന് ആയുസ്സുണ്ടാക്കുന്നത് കീർത്തിയാണ്. പരലോകത്തിൽ പുരുഷന് ആശ്രയിക്കാവുന്നത് കീർത്തിയെ തന്നെയാണ്. ഇഹലോകത്തിൽ ശുദ്ധമായിട്ടുള്ള കീർത്തി ആയുസ്സിനെ വർദ്ധിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനായ ഞാൻ ശരീരജമായിട്ടുള്ള കവചകുണ്ടലങ്ങൾ നൽകി നിത്യമായിട്ടുള്ള സത്കീർത്തി നേടുവാൻ ആഗ്രഹിക്കുന്നു. വിധിപ്രകാരമുള്ള ദാനം വിപ്രന്മാർക്ക് നൽകിയും പോരിൽ ശരീരം കോമിച്ചും ഏറ്റുമുട്ടുന്ന ശത്രുക്കളെ ജയിച്ചും കേവലമായിട്ടുള്ള കീർത്തി ഞാൻ നേടും. പോരിൽ ജീവൻ കൊതിക്കുന്ന പീരുക്കൾക്ക് അഭയം നൽകിയും വൃദ്ധരും ബാലരുമായിട്ടുള്ള ബ്രാഹ്മണരെ വലിയ ഭയത്തിൽ നിന്ന് സംരക്ഷിച്ചും ഞാൻ സ്വർഗീയമായിട്ടുള്ള 6 വലിയ യശസ്സിനെ നേടിയെടുക്കുന്നതാണ്. ജീവൻ കളഞ്ഞും കീർത്തിയെ കാക്കണം, സംരക്ഷിക്കണം. ഇതാണ് എൻ്റെ വ്രതം. ഈ വ്രതത്തോടു കൂടിയിട്ടുള്ള ഞാൻ ബ്രാഹ്മണനായി എൻ്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായിട്ട് എത്തുന്ന ഇന്ദ്രനെ ആ നല്ല ഭിക്ഷയെ ദാനം ചെയ്ത് ദേവലോക സദ്ഗതി നേടുന്നതാണ്. ഇത് കേട്ടിട്ട് സൂര്യൻ പറഞ്ഞു, അല്ലയോ കർണ, നീ അവിവേകം ചെയ്യരുത്. തൻ്റെ ശരീരത്തിന് കേട് തട്ടാതെ തന്നെ യശസ്സ് സമ്പാദിക്കണം, സ്വർഗത്തിൽ സ്ഥിരമായിട്ടുള്ള കീർത്തിയും നേടണം. ശരിക്കും അതാണ് ഏറ്റവും നല്ല കാര്യം. നീ പക്ഷേ പ്രാണന് വിരോധമായിട്ടാണ് ശാശ്വതമായിട്ടുള്ള കീർത്തിയെ ആഗ്രഹിക്കുന്നത്. അത് നിശ്ചലമായി നിൻ്റെ പ്രാണനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. പൗരുഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. ജീവിക്കുന്ന പുരുഷനാണ് നല്ല കീർത്തി ആവശ്യം. ചത്ത് ചാമ്പലാകുന്ന ദേഹിക്ക് കീർത്തി കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ചത്തവൻ കീർത്തി അറിയുന്നില്ല, ജീവിക്കുന്നവൻ കീർത്തി അനുഭവിക്കുന്നു. മരിച്ച മരത്തിനുള്ള കീർത്തി ശവത്തിനെ മാലയണിയിക്കുന്നത് പോലെയാണ്. നീ എന്നിൽ ഭക്തിയുള്ളവനാണെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നോട് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഭക്തിയുള്ളവരെ കാക്കേണ്ടതാണല്ലോ എന്ന് വെച്ച് ഞാൻ പറയുന്നതാണ്. ഭക്തനായിട്ടുള്ള നിനക്ക് എന്നിലുണ്ടായ പരമഭക്തി കണ്ട് എനിക്ക് നിന്നിലും ഭക്തി ഉണ്ടായി. നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. വളരെ ദൈവികമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ നിഗൂഢമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. നീ ശ്രദ്ധയോടെ എൻ്റെ സംസാരം കേൾക്കുക. ദേവരഹസ്യമായ ആ കാരണം നിനക്ക് അറിയുവാൻ കഴിയുകയില്ല. നീ അത് സമയമാകുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും. സൂര്യഭഗവാൻ തുടരുകയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, രാധേയ, നീ ശ്രദ്ധിക്കൂ. ഇന്ദ്രൻ വന്നിരുന്നാലും നീ കുണ്ടലങ്ങൾ കൊടുക്കരുത്. കർണ, ഭംഗിയുള്ള കുണ്ടലങ്ങളാൽ നീ തിളങ്ങുന്നു. തെളിഞ്ഞ ആകാശത്തിൽ വിശാഖ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ പോലെയാണ് കുണ്ടലങ്ങളാൽ നിൻ്റെ മുഖം ശോഭിക്കുന്നത്. ജീവിക്കുന്ന പുരുഷനാണല്ലോ നല്ല കീർത്തി ആവശ്യം. കുണ്ടലവും യാചിച്ചു വരുന്ന ഇന്ദ്രനെ നീ തള്ളിക്കളയണം. യുക്തിയുക്തമായ പല വാക്കുകളും പറഞ്ഞ് അവൻ്റെ അപേക്ഷകളെ നീ കെടുത്തിവിടണം. നല്ല വാക്കുകൾ പറഞ്ഞ് ദേവരാജൻ്റെ ആ ദുർമുഖത്തെ കർണ നീ അവസാനിപ്പിക്കണം. കർണ, ഇടൂ ധീര, നീ എപ്പോഴും അർജുനനുമായി എതിർത്തുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ശൂര്യനായിട്ടുള്ള സവ്യസാചി പോരിൽ നിന്നോട് എതിർക്കുന്നവനാണ്. ദേവരാജാവായിട്ടുള്ള ദേവേന്ദ്രൻ നേരിട്ട് വന്ന് അർജുനനെ സഹായിച്ചാലും പോരിൽ അവനെ വെല്ലുവാൻ സവ്യസാചിക്ക് കഴിയുകയില്ല. ഈ കവചകുണ്ടലങ്ങൾ നിൻ്റെ ദേഹത്തുള്ളിടത്തോളം കാലം അർജുനൻ നിന്നെ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കുണ്ടലങ്ങൾ നീ ഇന്ദ്രന് നൽകരുത്. നീ പോരിൽ അർജുനനെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് നീ ഇത് നൽകരുത്. കർണൻ പറഞ്ഞു, അല്ലയോ സൂര്യഭഗവാനെ, ഞാൻ അങ്ങയുടെ ഭക്തനാണെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. അപ്രകാരം തന്നെ എനിക്ക് ദാനം ചെയ്യുവാൻ വയ്യാത്തതൊന്നുമില്ല എന്നും അങ്ങ് അറിയുന്നുണ്ട്. എനിക്ക് ഭക്തി കൊണ്ട് ഭവാനോടുള്ളതിനേക്കാൾ ഇഷ്ടം എൻ്റെ ഭാര്യമാരോടും മക്കളോടും ആത്മാവിനോടും ഇഷ്ടജനങ്ങളോട് പോലുമില്ല. ഇഷ്ടഭക്തന്മാർക്ക് മഹാത്മാക്കൾ എപ്പോഴും ഭക്തിയെ വളർത്തിക്കൊണ്ടിരിക്കും. ഭക്തനാണ് ഈ കർണൻ എന്ന് കേട്ടിട്ടാണല്ലോ സ്വർഗത്തിലെ മറ്റൊരു ദേവനും ചെയ്യാത്ത വിധം ഭവാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭവാന്റെ വാക്ക് ലംഘിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കോപിക്കരുത്. ഞാൻ ഭവാന്റെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ച് ഭവാന്റെ പ്രസാദത്തിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് അസത്യത്തിലുള്ള ഭയം പോലെ മരണത്തിലും ഭയമില്ല. ഏത് കാലത്തും സജ്ജനങ്ങളായിട്ടുള്ള ബ്രാഹ്മണർക്ക് ജീവൻ പോലും നൽകുവാൻ എനിക്ക് യാതൊരു ശങ്കയുമില്ല. പാണ്ഡവനായിട്ടുള്ള അർജുനനെ പറ്റി ഭഗവാൻ പറഞ്ഞുവല്ലോ. അർജുനൻ്റെ മുമ്പിൽ എൻ്റെ കഥയെന്താകുമെന്നുള്ള വിഷമം അങ്ങ് വെടിഞ്ഞേക്കുക. എന്നെന്നും എന്നെയും അർജുനനെയും പറ്റി ഭവാൻ താരതമ്യം ചെയ്തു നോക്കി വിഷമിക്കേണ്ട. എൻ്റെ അസ്ത്രബലത്തെക്കുറിച്ചിട്ട് അങ്ങേക്ക് നല്ലതുപോലെ അറിവുള്ളതാണല്ലോ. അർജുനനെ യുദ്ധത്തിൽ ജയിക്കുവാൻ എനിക്ക് എപ്പോഴും കഴിവുണ്ട്. ദ്രോണനിൽ നിന്നും പരശുരാമനിൽ നിന്നും ഞാൻ നേടിയിട്ടുള്ള മഹത്തായിട്ടുള്ള അസ്ത്രബലത്തെക്കുറിച്ചിട്ട് ഭവാൻ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി അങ്ങ് ഇവിടുന്ന് എന്തിന് ചിന്തിക്കുന്നു? എൻ്റെ വ്രതത്തെ രക്ഷിക്കുവാൻ ഭവാൻ എന്നിൽ പ്രസാദിച്ചാലും ഇന്ദ്രൻ വന്ന് യാചിച്ചാൽ എൻ്റെ ജീവനെ പോലും ഞാൻ നൽകും. ഭവാൻ എന്നോട് ക്ഷമിക്കണം. സൂര്യൻ പറഞ്ഞു, അങ്ങനെ നീ ഇന്ദ്രനുമായിട്ട് കവചകുണ്ടലങ്ങൾ നൽകുകയാണെങ്കിൽ ഇന്ദ്രനോട് ഒരു കാര്യം വിജയത്തിനായിട്ട് ആവശ്യപ്പെടണം. കരാറ് പ്രകാരം ഞാൻ കുണ്ടലങ്ങൾ നൽകാം എന്ന് പറയുക. ഈ കുണ്ടലങ്ങൾ അണിഞ്ഞവനായിട്ടുള്ള നിന്നെ കൊല്ലുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ദ്രൻ അർജുനൻ്റെ കൈകൊണ്ട് നിൻ്റെ നാശത്തിനെ പോരിൽ അർജുനൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ്
കുണ്ടലങ്ങൾ നേടാൻ വരുന്നത്. നീയും അവനെ ഭംഗിയേറിയ വാക്കുകൾ കൊണ്ട് സത്കരിച്ച് അമൂല്യമായിട്ടുള്ള ശക്തിക്കായിട്ട് അഭ്യർത്ഥിക്കണം. എനിക്ക് ശത്രുക്കളെ തടുക്കുവാൻ വേണ്ടിയിട്ട് അമോഘം എന്ന വേലിനെ ഭവാൻ നൽകുക. എന്നാൽ അങ്ങേക്ക് ഇന്ദ്ര എൻ്റെ ചട്ടയും കുണ്ടലങ്ങളും ഞാൻ നൽകാം. ഇങ്ങനെ ഒരു കരാർ നീ ഇന്ദ്രനുമായിട്ടുണ്ടാക്കണം. അതിനുശേഷം മാത്രമേ നീ കവചല കുണ്ടലങ്ങൾ നൽകാവൂ. ആ വേലുകൊണ്ട് കർണ നീ ശത്രുക്കളെ പോരിൽ വധിക്കും. ദേവേന്ദ്രൻ്റെ ആ വേൽ 100 1000 ശത്രുക്കളെ മുടിക്കാതെ അത് ദേവേന്ദ്രൻ്റെ കയ്യിൽ തിരിച്ചു വരികയില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പറഞ്ഞ് സൂര്യൻ ഉടനെ മറഞ്ഞു. പിന്നെ കർണൻ ജപാന്തത്തിൽ തലേനാൾ താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം കർണൻ വേലിനെ തന്നെ ആശ്രയമായിട്ട് കരുതി ഇന്ദ്രൻ്റെ വരവിനെയും പ്രതീക്ഷിച്ച് ഇരിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ കേൾക്കുന്നത് പൃഥോപദേശം എന്ന ഭാഗത്തെ കഥകളാണ്. ജനമേജയൻ വീണ്ടും വൈശമ്പായനോട് ചോദിക്കുകയാണ്, സൂര്യൻ കർണനോട് പറയാത്ത ആ രഹസ്യം എന്താണ്? ആ കുണ്ടലങ്ങളുടെ യോഗ്യത എന്താണ്? ആ കുണ്ടലങ്ങളും ചട്ടയും എവിടെ നിന്നുണ്ടായതാണ്? അത് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭവാനെ അങ്ങ് പറഞ്ഞു തന്നാലും. വൈശമ്പായനൻ പറഞ്ഞു, രാജാവേ, ജനമേജയ, ഞാൻ കർണൻ്റെ രഹസ്യവും ഏതുവിധമാണ് ആ കുണ്ടലങ്ങൾ എന്നതും ആ ചട്ട എങ്ങനെയുള്ളതുമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഈ കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. മുമ്പ് കുന്തിഭോജൻ്റെ സമീപത്ത് ഒരു ബ്രാഹ്മണൻ ചെന്നു. അദ്ദേഹം സാധാരണ ബ്രാഹ്മണനായിരുന്നില്ല. അതീവ തേജസ്വിയും മധുരഭാഷിയും ക്ഷിപ്രകോപിയുമായിരുന്നു. രാജാവായിട്ടുള്ള കുന്തിഭോജനോട് പറഞ്ഞു, എടോ കുന്തിഭോജ, ഞാൻ നിൻ്റെ ഗ്രഹത്തിൽ ഭിക്ഷയുണ്ണുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയും അങ്ങയുടെ ഭൃത്യന്മാരും എനിക്ക് അപ്രിയമായി ഒന്നും ചെയ്യരുത്. എന്നാൽ അങ്ങനെ നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിൻ്റെ കൊട്ടാരത്തിൽ പാർക്കാം. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പോവുകയും വരികയും ചെയ്യും. എൻ്റെ ശയ്യയ്ക്കും ആസനങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള തടസ്സവും ആരും ചെയ്യരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ കുന്തിഭോജൻ പ്രീതിയോട് കൂടിയിട്ട് ആ തപസ്സനോട് പറഞ്ഞു, അപ്രകാരമാകാം. അതിനുശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, അല്ലയോ മഹാബ്രാഹ്മണ, എൻ്റെ കന്യക പൃഥ, അവളെൻ്റെ പുത്രിയാണ്. അവളെല്ലാ ശീലഗുണങ്ങളും ചേർന്നവളാണ്. അവൾ വളരെ അടുക്കമുള്ളവളാണ്. അവൾ അങ്ങയെ ശുശ്രൂഷിക്കും. അവളുടെ പൂജയിൽ ഭവാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനെ വിധിപ്രകാരം പൂജിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. അതിനുശേഷം കുന്തിഭോജൻ തൻ്റെ മകളെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ആ ബ്രാഹ്മണൻ വളരെ തപസ്വിയാണ്. അദ്ദേഹം നമ്മളുടെ ഗ്രഹത്തിൽ പാർക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്രകാരമാകാമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. വത്സേ, നിന്നിൽ ഞാൻ ബ്രാഹ്മണൻ്റെ ശുശ്രൂഷയും ആശ്വാസവും കാണുന്നു. എൻ്റെ വാക്ക് നീ അല്പവും വെറുതെ ആക്കരുത്. ഈ തപസ്വിയായിട്ടുള്ള ശ്രേഷ്ഠൻ എന്തു പറഞ്ഞാലും യാതൊരു മത്സരബുദ്ധിയും കൂടാതെ നീ അനുസരിക്കണം. മാന്യന്മാരെ മാനിക്കാത്തത് മൂലം വാതാപി എന്ന മഹാസുരൻ ചത്തുപോയി. അതുപോലെ തന്നെ താലജംഘനും മരിച്ചിട്ടുണ്ട്. വത്സേ, ഈ മഹാഭാരം നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്നു. നീ എപ്പോഴും കൃത്യമായി ബ്രാഹ്മണാരാധന ചെയ്യുക. ബാല്യം മുതൽ എല്ലാ ബ്രാഹ്മണരിലും ഗുരുബന്ധു ജനത്തിലും നീ കരുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. എല്ലാ തോഴിമാരിലും എന്നിലും നീ വേണ്ട വിധം എല്ലായിടത്തും നീ വളരെ സംപ്രീതിയോട് കൂടിയിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിന്നിൽ പ്രീതി തോന്നാത്ത ആരും ഈ കൊട്ടാരത്തിലും അന്തഃപുരത്തിലുമില്ല. മകളെ, നിന്റെ പെരുമാറ്റത്താൽ ഭൃത്യജനങ്ങൾക്ക് നിന്നോട് വളരെ ഇഷ്ടമാണ്. കോപാശീലനായിട്ടുള്ള ആ ബ്രാഹ്മണനെ സേവിക്കാൻ നിനക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. പുത്രി, നീ ബാലയാണ്. എനിക്ക് ബോധ്യപ്പെട്ട മകളാണ്. വൃഷ്ണിവംശത്തിൽ ജനിച്ചവളും ശൂരൻ്റെ പ്രിയപുത്രിയുമാണ്. നിന്റെ അച്ഛൻ എന്നിൽ പ്രീതിയോട് പണ്ടെനിക്ക് തന്ന ബാലികയാണ് നീ. വസുദേവൻ്റെ സഹോദരിയാണ് നീ. എൻ്റെ പുത്രിമാരിൽ മുഖ്യയുമാണ്. എനിക്കുണ്ടായ ആദ്യത്തെ മകളെ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് നിന്റെ അച്ഛൻ എന്നോട് ആദ്യമേ വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് നീ എൻ്റെ മകളായി തീർന്നത്. അങ്ങനെയുള്ള ഒരു കുലത്തിൽ ജനിച്ച എൻ്റെ കുലത്തിൽ വളർന്ന നീ എൻ്റെ മകൾ തന്നെയാണ്. ഈ കഥയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം തുടരുകയാണ്, പൃഥയെ, നീ ബാലയാണ്. നിന്റെ ജന്മമാണെങ്കിൽ രാജകുലത്തിലും രൂപമാണെങ്കിൽ അതീവ മനോഹരവും. ഏതേത് ഗുണമൊക്കെ ഒരു പെൺകിടാവിന് വേണമോ അതൊക്കെ വേണ്ടമാതിരി തികഞ്ഞവളാണ് നീ. അങ്ങനെയുള്ള നീ എല്ലാ അഹങ്കാരവും കൈവിട്ട് പുത്രി, നീ ശ്രേഷ്ഠനായിട്ടുള്ള ദ്വിജനെ സേവിച്ച് ശ്രേയസിനെ പ്രാപിക്കും. അത് തീർച്ചയാണ്. ഇപ്രകാരമായ കല്യാണി നിനക്ക് മംഗളം ഭവിക്കും. ദ്വിജേന്ദ്രനെ കോപിച്ചാലോ എൻ്റെ കുലം അതോടുകൂടിയിട്ട് വെന്തുപോവുകയും ചെയ്യും. ഇത് കേട്ടിട്ട് കുന്തി പറഞ്ഞു, രാജേന്ദ്ര, ഞാൻ അങ്ങ് അടങ്ങി നിന്ന് പൂജയാൽ വിപ്രനെ സേവിച്ചുകൊള്ളാം. ഭവാന്റെ പ്രതിജ്ഞ പോലെയാവാം കാര്യങ്ങളൊക്കെ. ഞാൻ വെറുതെ പറയുന്നതല്ല. വിപ്രന്മാരെ പൂജിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും വേണം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സന്ധ്യയ്ക്കായാലും പുലർക്കാലത്തായാലും രാത്രിയായാലും അർദ്ധരാത്രിയായാലും എപ്പോൾ വന്നാലും ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് എൻ്റെ നേരെ കോപമുണ്ടാകുകയില്ല. അപ്രകാരമൊക്കെ ഞാൻ ആ ബ്രാഹ്മണനെ പരിചരിച്ചു കൊള്ളാം. അല്ലയോ രാജാവേ, വിപ്രരെ പൂജിച്ചുകൊണ്ട് ഭവാന്റെ കൽപ്പന നടപ്പിൽ വരുത്തി ജീവിക്കുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നും എനിക്കില്ല. ഭവാൻ വിശ്വസിച്ചാലും ഈ ബ്രാഹ്മണൻ ഇഷ്ടമെന്ത് അതേ വിധം ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങ് വിഷമിക്കാതെ ഇരിക്കുക.
മഹാത്മാരായിട്ടുള്ള ബ്രാഹ്മണർ പൂജ ചെയ്യുന്നവരെ കരകയറ്റുവാൻ പോകുന്നവരാണ്. മറിച്ചായാൽ അവർ നശിപ്പിക്കുകയും ചെയ്യും. ഈ പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ മുനിവരനെ ആരാധിക്കാം. ഞാൻ മൂലം ആ ബ്രാഹ്മണ ശ്രേഷ്ഠനിൽ നിന്ന് യാതൊരു ദുഃഖവും ഭവാൻ ഉണ്ടാകുകയില്ല. പണ്ട് സുകന്യ ചെയ്ത തെറ്റിനാൽ ചെവനിൽ നിന്ന് സുകന്യയുടെ പിതാവായിട്ടുള്ള രാജാവിന് ആപത്തുണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും നിയമത്തോടു കൂടി തന്നെ ഭവാൻ പറഞ്ഞതുപോലെ ആ ദ്വിജേന്ദ്രനെ ഉപവസിക്കാം. അപ്രകാരം പറയുന്ന അവളെ വീണ്ടും വീണ്ടും തഴുകി പ്രശംസിച്ചുകൊണ്ട് കുന്തിഭോജൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പ്രത്യേകം പറഞ്ഞ് ഉപദേശിച്ച് അവളെ ഏൽപ്പിച്ചു. രാജാവ് പറഞ്ഞു, പറഞ്ഞ വിധമൊക്കെ നീ ചെയ്യണം, അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ നന്മയ്ക്കും ഗതിക്കും കുലത്തിൻ്റെ ഗുണത്തിനും ഇത് ആവശ്യമാണ് എന്ന് കന്യകയോട് പറഞ്ഞേൽപ്പിച്ച് കീർത്തിമാനായിട്ടുള്ള കുന്തിഭോജൻ വിപ്രശ്രേഷ്ഠന് ശുശ്രൂഷയ്ക്കായി പുത്രിയെ നൽകി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇവളെൻ്റെ മകളാണ്. ഇവളെ ഞാൻ വളരെ സുഖത്തോടു കൂടിയിട്ട് പോറ്റി വളർത്തിയതാണ്. അവൾ വല്ലതും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊറുക്കണം. ഇനിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.